Hi dears, welcome back to Mayflower. Today we are discussing the famous novel From the Gutter or Odayil Ninnu by K.P. Keshavadeva. കെ.പി. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന പ്രശസ്തമായ നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അത് ഇംഗ്ലീഷിൽ അതിന്റെ പേര് ഫ്രം ദ ഗട്ടർ എന്നാണ്. ആൻഡ് ദിസ് നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 1944. 1944 പബ്ലിഷ് ചെയ്ത ഈ നോവൽ വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. And the main character is Pappu. Other characters are Lakshmi and Kalyani. Pappu is the central character. മറ്റ് കഥാപാത്രങ്ങൾ ലക്ഷ്മിയും കല്യാണിയും. Pappu is a naughty boy and his mother suggested that he should be sent to school. വളരെ വികൃതിയായ ഒരു കുട്ടിയാണ് പപ്പു. അപ്പോൾ അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് സ്കൂളിൽ ചേർത്താൽ മതി, സ്കൂളിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സ്വയം കിട്ടും. അങ്ങനെ അത്രത്തോളം വികൃതിയായ കുട്ടിയാണ് പപ്പു. And his parents had taken paddy field on lease from a landlord and they were his tenants. പപ്പുവിന്റെ പാരൻസ് ഒരു ജന്മിയുടെ കയ്യിൽ നിന്നും പാഡി ഫീൽഡ്സ് നെൽപ്പാടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. ആൻഡ് സോ ദേ ഒബ്റ്റെയിൻഡ് ഹിസ് പെർമിഷൻ ആസ് കസ്റ്റമറി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദം കൂടി വേണം, അതായത് ആ ലാൻഡ്ലോഡിന്റെ ഭൂ ഉടമയുടെ അനുവാദം കൂടി വാങ്ങി പപ്പുവിനെ സ്കൂളിൽ ചേർക്കാൻ അവന്റെ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. ആൻഡ് പപ്പു ലൈക്ഡ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഹി ക്യാൻ പ്ലേ വെൽ ദാൻ ടു ഗോ. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ വികൃതിയായ കുട്ടിയാണ്, അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. കാരണം അവിടെ പോയിട്ട് കുരുത്തക്കേട് മാക്സിമം കളിക്കാം, അതേപോലെ പഠിക്കാൻ വേണ്ട, പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവന് കളിക്കാമെന്നുള്ള ആ ഒരു ബോധത്തിൽ അവൻ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു. And he became the leader of a group including the landlord's grandson. അവനങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായി മാറി. പപ്പുവിന്റെ ആ ഗ്രൂപ്പിൽ ലാൻഡ്ലോഡിന്റെ അല്ലെങ്കിൽ ആ ഭൂ ഉടമയുടെ ചെറുമകനും ഉൾപ്പെടുന്നുണ്ട്. One day the teacher punished all students for a trivial mischief except the landlord's grandson. ഒരു ദിവസം ടീച്ചർ ഈ ഗ്രൂപ്പിനെ ശിക്ഷിക്കുന്നു. ഒരു നിസ്സാര കാര്യത്തിന്, നിസ്സാര സംഭവത്തിന് പേരിൽ ഈ ഗ്രൂപ്പിനെ, ഈ ഗ്യാങ്ങിനെ ശിക്ഷിക്കുന്നു. പക്ഷേ ഭൂ ഉടമയുടെ ചെറുമകനെ ശിക്ഷിക്കുന്നില്ല. ആ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ കുട്ടികളെയും ശിക്ഷിക്കുന്നു. ആൻഡ് പപ്പു questioned it and so he was expelled from the school and soon from his house. പപ്പു ഇതിനെ ചോദ്യം ചെയ്യുന്നു. കാരണം അവൻ ഭൂ ഉടമയുടെ മകനാണ്, എല്ലാവരും ചെയ്തത് ഒരേ തെറ്റാണ്, പക്ഷെ അവനെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ശിക്ഷിച്ച ഈ ഒരു സംഭവത്തെ പപ്പു ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത പപ്പുവിനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടത് കൊണ്ട് തന്നെ വീട്ടിലെ സ്വൈരക്കേട് കാരണം വീട്ടിൽ നിന്നും അവൻ പുറത്താകുന്നു. And he spent most of his time on the hilltop creating problems to the villagers. അങ്ങനെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട പപ്പു അവന്റെ സമയം കൂടുതലും ചെലവഴിക്കുന്നത് കുന്നിന് മുകളിലാണ്. ആ കുന്നിന് മുകളിൽ നിന്ന് മാക്സിമം കുരുത്തക്കടൊക്കെ കളിച്ച് ആ വില്ലേജേഴ്സിനെ വളരെയധികം ആ ഗ്രാമീണവാസികളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവർക്കൊരു സ്വൈര്യക്കേടായിട്ട് ഇങ്ങനെ ഒരു നശിച്ച ചെക്കൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇതിലേക്ക് മാറുന്നു. And one day the landlord's son kicked on his chest. ഒരു ദിവസം പപ്പുവിനെ ആ ഭൂ ഉടമയുടെ മകൻ ഇടിക്കുന്നു. And as a revenge, Pappu freed cows to the paddy field of the landlord. അങ്ങനെ ഈ അടികൊണ്ട പപ്പുവിനെ തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ഷോക്കിൽ നിന്നും അവൻ റിക്കവറായി വരുമ്പോഴേക്കും ഈ ലാൻഡ്ലോഡിന്റെ മകൻ അവിടുന്ന് പോകുന്നു. അതിന് പ്രതികാരം എന്ന നിലയിൽ പപ്പു പശുക്കളെ അഴിച്ചുവിടുന്നു. ഈ പാടത്തേക്ക്, ഈ വയലിലേക്ക് പശുക്കളെ അഴിച്ചുവിടുന്നു. ആ പശുക്കള് ആ പാടത്ത് കയറി ആ വിളവ് മുഴുവൻ നശിപ്പിക്കുന്നു. ആൻഡ് ദർ ഇസ് എ ഗ്രേറ്റ് ലോസ്. അങ്ങനെ ഒരു വലിയ നഷ്ടം ഭൂവുടമയ്ക്ക് ഉണ്ടാകുന്നു. The landlord tried to catch him, but he left the village. അങ്ങനെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ട ഭൂ ഉടമ പപ്പുവിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവൻ ആ ഗ്രാമം വിട്ട് പോകുന്നു. പപ്പു reached the city and hunger was his main problem. അങ്ങനെ ഗ്രാമം ഉപേക്ഷിച്ച് പപ്പു എത്തിച്ചേരുന്നത് പട്ടണത്തിലാണ്. അവിടെ എത്തിച്ചേർന്ന പപ്പുവിന് ഏറ്റവും വലിയ പ്രശ്നം അവന്റെ വിശപ്പായിരുന്നു. വിശപ്പടക്കുക എന്നുള്ളതായിരുന്നു അവന് ഏറ്റവും അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം. ആൻഡ് ഹി വർക്ക്ഡ് ആസ് എ കൂലി, beadie maker and a weaver in a textiles mill.
അവന് പല ജോലികളും ചെയ്തു. അങ്ങനെ കൂലിപ്പണി ചെയ്തു, ബീഡി ഉണ്ടാക്കുന്ന ജോലി, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ മില്ലില് ഒരു നെയ്ത്തുകാരുടെ ജോലി, അങ്ങനെ പല പല ജോലികൾ വിശപ്പടക്കാൻ വേണ്ടി അവൻ ചെയ്തു. ആൻഡ് എവറിവെയർ ഹി ഫേസ്ഡ് ഓപ്പറേഷൻ. പക്ഷെ ഈ ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ അവന് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അടിച്ചമർത്തലും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. He got a meager salary from the textile shop and questioned it. ഒരിക്കല് അവന് ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും വളരെ ചെറിയ തുച്ഛമായ പൈസയാണ് ശമ്പളമായിട്ട് കിട്ടുന്നത്. അവനല്ലേ ചോദ്യം ചെയ്യുന്നത്, എന്താ ഇത്രയധികം ചെറിയ പൈസ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നു. ആൻഡ് വാസ് ബീറ്റൻ ബൈ ദ മാനേജർ. അങ്ങനെ അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് മാനേജർ അവനെ അടിക്കുന്നു. ആൻഡ് പോലീസ് അറസ്റ്റഡ് ഹിം ആൻഡ് സെന്റ് ടു ജയിൽ. ഇവന് പാവപ്പെട്ടവനാണ്, ഇവന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പോലീസ് മാനേജറുടെ പക്ഷം നിൽക്കുന്നു. അങ്ങനെ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. ഹി വാസ് റിലീസ്ഡ് ആഫ്റ്റർ 14 months. അങ്ങനെ ജയിലിൽ കൊണ്ടുപോകുന്ന പപ്പുവിനെ പുറത്തു വിടുന്നത്, ജയിൽ മോചിതനാകുന്നത് 14 മാസങ്ങൾക്ക് ശേഷമാണ്. ആൻഡ് ഹി ടുക്ക് എ റിക്ഷ ഓൺ ഹയർ ആൻഡ് ബിക്കെയിം എ റിക്ഷാവാല. അങ്ങനെ ജയിലിൽ നിന്നും പുറത്തു വന്ന പപ്പു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ഒരു റിക്ഷാവാലയായി മാറുന്നു, ഒരു ഓട്ടോറിക്ഷക്കാരനായി മാറുന്നു. And he liked his job very much, and his speed and courteous behavior made him popular. അങ്ങനെ ഓട്ടോറിക്ഷ ജോലി വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം നല്ല സ്പീഡിൽ പോകും, അതേപോലെ തന്നെ നല്ല പെരുമാറ്റമാണ്. അങ്ങനെ ആ ഒരു നല്ല പെരുമാറ്റം കൊണ്ടും ആ വേഗത കൊണ്ടും ആളുകളുടെ ഇടയിൽ പപ്പു വളരെയധികം പ്രശസ്തി നേടുന്നു. ആൻഡ് പപ്പു earned good money and deposited it with the tea shop owner. അങ്ങനെ കിട്ടുന്ന പൈസ, നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി. ആ കിട്ടുന്ന പൈസ പപ്പു ഒരു ചായക്കടക്കാരനെ ഏൽപ്പിച്ചു. കാരണം ആ ചായക്കടയിൽ പറ്റിയ വഴിയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആ ചായക്കടക്കാരനെ ഏൽപ്പിച്ചു, നിങ്ങൾ ആ പൈസ സൂക്ഷിച്ചു വെച്ചോളൂ, എന്റെ ചെലവിന്റെ പൈസയും കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചായക്കടക്കാരന് കൊടുത്തു. ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ഹി ഓൺഡ് എ റിക്ഷ ഓഫ് ഹിസ് ഓൺ. അങ്ങനെ ആ കൂട്ടിവെച്ച പൈസ കൊണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ പപ്പു വാങ്ങുന്നു. And one day പപ്പു met with an accident. ഒരിക്കലും പപ്പു ഒരു ആക്സിഡന്റിൽ പെട്ടുപോകുന്നു. And his rickshaw hit a girl down in a gutter along with the rice, salt and chili in her basket. ഒരു ചെറിയ പെൺകുട്ടി ഒരു കുട്ടയില് കുറച്ച് അരിയും മുളകും ഉപ്പും ഒക്കെ വാങ്ങിയിട്ട് വരികയാണ്. ആ പെൺകുട്ടിയാണ് തട്ടുന്നത്, ഓട്ടോറിക്ഷ തട്ടുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ച് വീഴുന്നു. അങ്ങനെ കുട്ടി ഓടയിൽ വീഴുന്നു. ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഹി ഹാഡ് എ പാസഞ്ചർ ഇൻ ഹിസ് റിക്ഷ. ഈ സമയത്ത് നല്ല വേഗതയിൽ പോവാണ്. പാസഞ്ചറെ എത്തിക്കേണ്ട ജോലി, റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ള ജോലിയാണ് പപ്പുവിനുള്ളത്. അങ്ങനെ വേഗത്തിൽ പോകുമ്പോഴാണ് ഈ പെൺകുട്ടിയെ തട്ടുന്നത്. ആൻഡ് പപ്പു റിക്കവേർഡ് ദ ഗേൾ ഫ്രം ദ ഗട്ടർ. പെൺകുട്ടിയെ ആ ഓടയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ഹാവ് ടു വെയിറ്റ് ഹിയർ. നീ ഇവിടെ തന്നെ നിൽക്കണം. ആൻഡ് കൺസോൾ ഹർ. അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ വേഗം തന്നെ പോയി വരാമെന്ന് പറഞ്ഞ് പപ്പു അവിടെ പോകുന്നു. ഹി ടുക്ക് ദ പാസഞ്ചർ ടു ദ ഡെസ്റ്റിനേഷൻ. ആ പാസഞ്ചറായ യാത്രക്കാരനെ അയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. ആൻഡ് ദ ഗേൾ വാസ് ദെയർ ആൻഡ് ഹാഡ് നോ മീൽ ദ ഹോൾ ഡേ. ആ പെൺകുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ അത്രയും സമയമായിട്ടും പെൺകുട്ടി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ആൻഡ് റൈസ് ഫോർ ദ സപ്പർ വാസ് സ്കാറ്റർഡ് ദെയർ. രാത്രി അത്താഴത്തിനുള്ള അരിയും സാധനങ്ങളുമാണ് അവിടെ ചെതറിക്കിടക്കുന്നത്. അതുവരെ ഭക്ഷണമൊന്നും കഴിക്കാത്ത പെൺകുട്ടി. ആൻഡ് ഹി ബോട്ട് ഓൾ ദി ഗ്രോസറി ആൻഡ് വുഡ് ലൈക്ക് ടു മീറ്റ് ഹർ ദ നെക്സ്റ്റ് ടൈം. അങ്ങനെ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. രാത്രി അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അതേപോലെ അവളോട് പറഞ്ഞു, നാളെയും നിന്നെ കാണണേന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ പിരിഞ്ഞു. ആൻഡ് ഹർ നെയിം വാസ് ലക്ഷ്മി, ഡോട്ടർ ഓഫ് കല്യാണി. ആ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അവളുടെ അമ്മ കല്യാണി, കല്യാണിയുടെ മകളായ ലക്ഷ്മിയാണ് ആ പെൺകുട്ടി. ആൻഡ് വൺ ഡേ പപ്പു met her accidentally at her dilapidated hut and met കല്യാണി also. ഒരു ദിവസം യാദൃശ്ചികമായി പപ്പു ലക്ഷ്മി കാണുന്നു. അവളുടെ പൊളിഞ്ഞു വീഴാറായ കുടിലിൽ കാണുന്നു. ആ കുടിലിൽ അവളുടെ അമ്മയുണ്ട്, കല്യാണിയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരെയും അവിടെ കാണുന്നു. ആൻഡ് ഷി വാസ് എ വിഡോ. കല്യാണി ഒരു വിധവയാണ്. ആൻഡ് പപ്പു ഡിസൈഡഡ് ടു സ്റ്റേ വിത്ത് ദം. ഈ എന്താണ് അബലകളായ രണ്ട് പെണ്ണുങ്ങൾ മാത്രമാണ്, സ്ത്രീകൾ മാത്രമാണ് കല്യാണിയും
ലക്ഷ്മിയും വേറെ ആരും തുണയില്ല. അങ്ങനെ അവരോടൊപ്പം ജീവിക്കാൻ പപ്പു തീരുമാനിക്കുന്നു. സ്ലോലി തിങ്സ് ബിഗാൻ ടു ഇംപ്രൂവ്. അങ്ങനെ ആ ഒരു ജീവിതം പുരോഗതിയിലേക്ക് പോകാൻ തുടങ്ങി. The hut was modified and they have a good dress to all of the people. ആ ഹട്ട് മോഡിഫൈ ചെയ്ത് കുറച്ച് വൃത്തിയാക്കി, അതായത് പൊളിഞ്ഞു വീഴാറായ ആ കുടില് ഒന്ന് വൃത്തിയാക്കി, അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല വസ്ത്രങ്ങളൊക്കെ ആയി. പപ്പു സെന്റ് ലക്ഷ്മി ടു സ്കൂൾ. പപ്പു ലക്ഷ്മിയെ സ്കൂളിൽ അയച്ചു. He paid her fees regularly and she seems to be look like a girl of well-to-do families. അവളുടെ ഫീസൊക്കെ കൃത്യമായിട്ട് കൊടുത്തു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ വളരുന്ന ലക്ഷ്മി ഒരു സുന്ദരിയായ പെൺകുട്ടി, അവളുടെ സമ്പന്ന കുടുംബത്തിലെ കുട്ടിയെ പോലെ തോന്നപ്പെട്ടു. കല്യാണി began to grow vegetables and maintain poultry. പപ്പുവിനെ സഹായിക്കാനായി ലക്ഷ്മിയും കല്യാണിയും, ലക്ഷ്മി സ്കൂളിൽ പോകും, ആ സമയത്ത് കല്യാണി ചെറിയ ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ കോഴിയെ വളർത്തുക, അങ്ങനെ കൃഷിപ്പണി നടത്തുക, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കുക, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളിൽ കല്യാണിയും ഏർപ്പെട്ടു. ലക്ഷ്മി became so smart and was proficient in electrician and music. വളരെ സ്മാർട്ടായ, നല്ല സുന്ദരിയായിട്ടുള്ള, അതേപോലെ തന്നെ വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടിയായി മാറി ലക്ഷ്മി. പ്രസംഗത്തിലും അതേപോലെ സംഗീതത്തിലും അവളുടെ പ്രാവീണ്യം നേടി. She became the favorite student of teachers and keep a good company of rich students. അധ്യാപകരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി ലക്ഷ്മി മാറി. അതോടൊപ്പം തന്നെ സമ്പന്നരായ കുട്ടികളുടെ ഒരു ഗ്യാങ്ങിലെ നേതാവായിട്ട് മാറി. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായി അവൾ മാറി. She was ashamed of her poor condition. അങ്ങനെ സമ്പന്നരായ കുട്ടികളുടെ ഇടയിൽ കൂടിയതോടുകൂടി തന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ അവൾക്ക് വിഷമം തോന്നി. അതിൽ മാത്രമാണ് അവൾ സങ്കടം തോന്നിയത് അവൾക്ക്. ആൻഡ് ഷീ began to avoid പപ്പു. അങ്ങനെ സമ്പന്നമായ അന്തരീക്ഷത്തിൽ സമ്പന്നരായ കുട്ടികളോടൊപ്പം വളർന്നത് ആ ഒരു ഇടയിൽ ആയിരിക്കുന്ന സമയത്ത് പപ്പുവിനോട് അവൾക്ക് ഒരു തരം പുച്ഛം തോന്നി. കാരണം പാവപ്പെട്ടവരാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്, അയാളുടെ ചെലവിലാണ് കഴിയുന്നതെങ്കിലും പപ്പുവിനോട് ഒരു വെറുപ്പ് തോന്നി. ആൻഡ് കല്യാണി ആൻഡ് പപ്പു നോട്ടീസ്ഡ് ഇറ്റ്. ഇവളുടെ ഈ മാറ്റം കല്യാണിയും പപ്പുവും മനസ്സിലാക്കുന്നു. പക്ഷേ പപ്പുവിന് യാതൊരു മനസ്താപവും തോന്നുന്നില്ല. ആൻഡ് ഇൻ ഹയർ ക്ലാസ്സസ് there was a high amount of fee to be paid and Pappu had to work very hard. അങ്ങനെ ലക്ഷ്മി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഫീസും വർദ്ധിച്ചു വന്നു. ആ ഫീസ് വർദ്ധിച്ചതോടുകൂടി പപ്പുവിന് കഠിനമായി ജോലി ചെയ്യണമായിട്ട് വന്നു. കാരണം ഈ ഫീസ് കൊടുക്കാൻ കഴിയാതെ കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. ആൻഡ് ഹിസ് ഹെൽത്ത് വാസ് ഓൺ എ ഡിക്ലൈൻ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത് പപ്പുവിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. കല്യാണി സേവിങ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പപ്പു വാസ് ഓൾസോ ടേക്കൺ ടു മീറ്റ് ഹർ എക്സ്പെൻസസ്. കല്യാണിയുടെ ഈ ഫീസ് അടയ്ക്കലും അവളുടെ പഠന ചെലവുകളും ഒക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി കല്യാണി അവളുടെ സമ്പാദ്യം എടുക്കുന്നു. ആ സമ്പാദ്യം കല്യാണി സൂക്ഷിച്ചു വെച്ചത് പപ്പുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം അയാളുടെ ആരോഗ്യം മോശമായിട്ട് വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്. അപ്പൊ ആ ചുമയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണി കുറച്ച് സമ്പാദ്യം മാറ്റി വെച്ചിരുന്നു. ആ പൈസയും ലക്ഷ്മിയുടെ പഠന ചെലവിന് വേണ്ടി എടുക്കേണ്ടതായി വരുന്നു. ലക്ഷ്മി വാസ് ഇൻ ലവ് വിത്ത് എ റിച്ച് മാൻ നെയ്മഡ് ഗോപി. ഇതിനിടയിൽ ഗോപി എന്ന ഒരു സമ്പന്നനുമായി ലക്ഷ്മി പ്രണയത്തിലാകുന്നു. ആൻഡ് ഹി വാസ് എ ഗുഡ് മാൻ ആൻഡ് എ റെസ്പെക്റ്റബിൾ പേഴ്സൺ. ഗോപി ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന, സമ്പന്നനാണെങ്കിൽ തന്നെയും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഗോപി. ഹർ റിലേഷൻ വിത്ത് ഗോപി ചേഞ്ച്ഡ് ഹർ എ ലോട്ട്. ഗോപിയുമായിട്ടുള്ള അവളുടെ ആ ബന്ധം അവളെ ഒരുപാട് മാറ്റുന്നു. കാരണം ഗോപിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു പപ്പുവിൻ്റെ അവസ്ഥയും, അതേപോലെ തന്നെ പപ്പു നല്ലവനാണ്, അയാളെ നമ്മൾ നേരത്തെ കണ്ടു, സമ്പന്നരായ കുട്ടികളോടൊപ്പം കൂടിയപ്പോൾ പപ്പുവിനെ ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്മി ചെയ്തത്. പക്ഷേ ഗോപി അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ഈ പപ്പുവിനെ സ്നേഹിക്കണമെന്നും അതേപോലെ പപ്പുവിനെ ബഹുമാനിക്കണം എന്നൊക്കെ ഗോപിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റം അവളുടെ സ്വഭാവത്തിൽ വരുന്നു. ആൻഡ് ഷീ റിയലൈസ്ഡ് ദ റിയൽ വാല്യൂ ഓഫ് പപ്പു. അങ്ങനെ ഗോപിയുടെ കൂടെ കൂടിയിട്ട് പപ്പുവിന്റെ യഥാർത്ഥ മൂല്യം അവൾ മനസ്സിലാക്കുന്നു. ആൻഡ് പപ്പൂസ് ഹെൽത്ത് ഡിറ്റീരിയോറേറ്റഡ് ആൻഡ് ദ പീപ്പിൾ ബിഗാൻ ടു അവോയ്ഡ് ഹിം. ഈ സമയത്ത് പപ്പുവിന്റെ രോഗം മൂർച്ഛിക്കുന്നു. അങ്ങനെ പപ്പുവിന് ചുമ കൂടി കൂടി വന്ന് ആ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, പപ്പുവിനെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രിയകരനാക്കിയത് അയാളുടെ ആ ഒരു
ഒരു സ്പീഡും നല്ല പെരുമാറ്റമാണ്. ഇപ്പൊ ആ സ്പീഡില്ല, അതായത് ലക്ഷ്യസ്ഥാനത്ത് വേഗം എത്തിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തുടങ്ങി. ഹി സോൾഡ് ഹിസ് റിക്ഷ ആൻഡ് സെക്യൂർഡ് എ ജോബ് ഓഫ് സ്പിന്നിങ് കൊയർ വൺ. അങ്ങനെ ആളുകൾ വിളിക്കാതെയാവുന്നു. റിക്ഷ, ഓട്ടോറിക്ഷ വിളിക്കാൻ ആളുകൾ ഇല്ലാതെയാവുന്നു. ആരും വിളിക്കാൻ ഇയാളെ ഒഴിവാക്കുന്നു, സ്പീഡില്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ റിക്ഷ അദ്ദേഹം വിൽക്കുന്നു. അതിനുശേഷം കയർ വിൽക്കുന്ന ജോലി അദ്ദേഹം ഏറ്റെടുക്കുന്നു. ദ മാരേജ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ലക്ഷ്മി വെന്റ് ഓഫ് വെൽ. ഈ സമയത്ത് ഗോപിയുടെയും ലക്ഷ്മിയുടെയും കല്യാണം നല്ല രീതിയിൽ നടക്കുന്നു. ആൻഡ് പപ്പു ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. പപ്പു ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഹി ഗോസ് ഓൺ ടു സെൽ കയർ യാൺ, കഫിംഗ് ആൻഡ് കഫിംഗ്. അങ്ങനെ ആ ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാതെ അദ്ദേഹം ഇവരെ ആശീർവദിച്ചതിന് ശേഷം ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ അയാൾ കയർ വിൽക്കാൻ പോകുന്നു. ആ പോകുന്ന സമയത്ത് ഹി ഇസ് കഫിംഗ് ആൻഡ് കഫിംഗ്. തുടരെ തുടരെ ചുമച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കയർ കെട്ടുകൊണ്ട് പോകുന്നത്, അത് വിൽക്കാൻ വേണ്ടിയിട്ട്. പപ്പു കുഡ് നോട്ട് ടേക്ക് എ റെസ്റ്റ് ദാറ്റ് നൈറ്റ്. ആ രാത്രിയിൽ, ആ ദിവസം മുഴുവനും അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് കഫിംഗ് ആൻഡ് ഷിവറിംഗ് ഹി വാക്ക്ഡ് ത്രൂ എംപ്റ്റി സ്ട്രീറ്റ്സ്. അങ്ങനെ ചുമച്ചും വറച്ചും കൊണ്ട് അദ്ദേഹം ആ ആളുകൾ ഒഴിഞ്ഞ രാത്രിയാണ്, ആളുകൾ ഒഴിഞ്ഞ ആ സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. ആൻഡ് ഹി റീച്ച്ഡ് അറ്റ് ദ ഗട്ടർ വെയർ ഹി മെറ്റ് ലക്ഷ്മി ഇയേഴ്സ് എഗോ. അങ്ങനെ നടന്ന് നടന്ന് ചുമച്ചും വറച്ചും കൊണ്ട് നടന്ന അദ്ദേഹം പണ്ട് ലക്ഷ്മിയെ ഓടയിൽ തട്ടിയിട്ട, ആ ഓട്ടോറിക്ഷ ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ഓടയുടെ അടുത്തെത്തി. There he falls down. ആ ഓടയെടുത്ത് എത്തുന്ന അദ്ദേഹം അവിടെ വീഴുന്നു. The coughing sound pierced the silence of the night and was heard by newly wedded couples. ആ ശബ്ദം, അങ്ങനെ അവിടെ വീഴുന്ന ആ ശബ്ദം, ആ സമയത്ത് പപ്പു ചുമയ്ക്കുന്നുണ്ട്. ആ ചുമയ്ക്കുന്ന ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയിൽ ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂലി വെഡഡ് കപ്പിൾസ് ആയിട്ടുള്ള ഗോപിയും ലക്ഷ്മിയും ആ ശബ്ദം കേൾക്കുന്നു. അത്രത്തോളം ഭയാനകമായ ആ ശബ്ദം പിന്നീട് നേർത്തു വരുന്നു. ആൻഡ് ദ സൗണ്ട് ഡിസപ്പിയേഴ്സ്. അങ്ങനെ ആ ശബ്ദം നിശബ്ദമാകുന്നു. ഇതാണ് ഈ ഒരു നോവൽ. ആൻഡ് ദിസ് നോവൽ വാസ് റിട്ടൺ ബൈ പി കേശവദേവ്. ഇതിന് ചോദിക്കാവുന്നത് ദി സ്റ്റോറി ഓഫ് പപ്പു, പിന്നീട് എക്സ്പ്ലെയിൻ ദ ആക്സിഡന്റ് അല്ലെങ്കിൽ ദ മീറ്റിംഗ് ബിറ്റ്വീൻ പപ്പു ആൻഡ് ലക്ഷ്മി. പപ്പുവും ലക്ഷ്മിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ സന്ദർഭം വിവരിക്കുക. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ എൻഡ് ഓഫ് ദ നോവൽ, എൻഡ് പാർട്ട്, അതിൻ്റെ ആ ഒരു എൻഡിങ് എങ്ങനെയാണെന്ന് ചോദിക്കാം. പിന്നീട് എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഫ്രം ദ ഗട്ടർ, ഓടയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ദ ഗട്ടർ എന്നുള്ള ടൈറ്റിൽ സിഗ്നിഫിക്കൻസും ഇതിനകത്ത് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ദ പാരൻസ് ഓഫ് പപ്പു ഹാഡ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദ ലാൻഡ് ലോഡ് ടു സെൻഡ് ഹിം ടു സ്കൂൾ. ഈ ഭൂ ഉടമയുടെ സ്ഥലത്ത് താമസിക്കുന്ന, അവരുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് പപ്പുവിൻ്റെ പാരൻസ്. അങ്ങനെ ഉള്ള അവർക്ക് പപ്പുവിനെ സ്കൂളിൽ അയക്കാൻ ഈ ഭൂ ഉടമയുടെ പെർമിഷൻ വേണം. അതേപോലെ തന്നെ സ്കൂളിൽ കുരുത്തക്കേട് കളിച്ചിട്ട് എല്ലാ കുട്ടികളെയും ടീച്ചർ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭൂ ഉടമയുടെ മകനെ മാത്രം ടീച്ചർ ഒഴിവാക്കുന്നു. ആ കുട്ടിയെ ടീച്ചർ ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചോദിക്കാം. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.